മനുഷ്യൻ പ്രകൃതിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു ജീവിവർഗമാണ്. അനേകം പ്രകൃതി വിഭവങ്ങൾ നമ്മളുടെ നിലനിൽപ്പിനായി ഉപയോഗിക്കാറുമുണ്ട്. നമ്മൾ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവയെയും ജീവിപ്പിക്കുക, മറ്റുള്ളവയെ ജീവിക്കാൻ അനുവദിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു കടമയാണ്. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടമയാണത്. ഇപ്പോൾ തുളസിയുടെ കാര്യം തന്നെ എടുക്കുക. തുളസിയുടെ ഇല, തണ്ട്, വേര് എല്ലാ ഭാവവും നമ്മൾ ഔഷധ ഗുണമുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുമുണ്ട്. മരിച്ചതിന് ശേഷവും ജനനം മുതൽ മരണം വരെയും ഈ തുളസി നമ്മൾക്ക് ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവയ്ക്ക് വളരെയധികം ഗുണം ചെയ്തുകൊണ്ട് അത് മരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ തണ്ട് നമ്മൾ മാലയായിട്ട് എടുക്കാറുണ്ട്. അത് ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മാലകളിൽ തുളസി തണ്ട് ഉപയോഗിച്ചുള്ള മാലകളാണ്. അതല്ലാതെ നമ്മൾ പല പ്രാവശ്യം പല രീതിയിലും തുളസി മാലകൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ ശരീരത്ത് തൊട്ട് കിടന്നാൽ, പല ഔഷധ ഗുണങ്ങളുള്ള ഈ തുളസി തണ്ട് നമ്മുടെ ശരീരത്ത് തൊട്ട് കിടന്നാൽ ഒരു ശരീരത്തിന് തന്നെ ഒരു ഉണർവും ആർജവവും ഉണ്ടാകുന്നതുമാണ്. ജനനം മുതൽ മരണം വരെ മറ്റുള്ളവർക്കായി സമർപ്പിക്കപ്പെട്ട തുളസിയുടെ ഉണങ്ങിയ തണ്ടുവരെ ഔഷധ ഗുണമുള്ളതാണ്. തുളസിയുടെ ഉണങ്ങിയ തണ്ടുകൊണ്ടുണ്ടാക്കിയ തുളസിമണിമാല ശരീരത്തിൽ ചേർന്നിരിക്കുമ്പോൾ അത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെപ്പോലും ഉത്തേജിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ തുളസി ഉണക്കിപ്പൊടിച്ചത് അഥവാ ഡ്രൈഡ് തുളസി ആഹാരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. തുളസിയുടെ ഇലകൾക്ക് ഉണങ്ങിയാലും അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഗുണവും മണവും ആഴ്ചകളോളം നിലനിൽക്കുന്നു. ഓരോ ജീവാണുവിനെയും ധന്യമാക്കി മനുഷ്യൻ്റെ ജന്മമാകെ സുഗന്ധം പരത്തി സാമീപ്യം കൊണ്ട് തന്നെ സായുജ്യം നൽകുന്ന തുളസി ഈ പ്രപഞ്ചത്തെ തന്നെ ധന്യമാക്കുന്നു. ഭാരതീയർ തുളസിയെ അമ്മയായും ദേവിയായും ആരാധിക്കുന്നതിൽ അത്ഭുതമില്ല. കാർത്തിക മാസത്തിലാണ് തുളസി പൂജ ആരംഭിക്കുന്നത്. അത് ദീപാവലി കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കാർത്തിക മാസം ആരംഭിക്കൽ. ഈ ദീപാവലി ചതുർദശി കഴിഞ്ഞതിന് ശേഷമാണ് ആരംഭിക്കുന്നത്. ആ ആരംഭിച്ച പ്രതിപദം മുതൽക്ക് ദ്വാദശി വരെയാണ് ആ പൂജ നടത്തുന്നത്. അത് ഇവിടെ നീലേശ്വരം തന്നെ കോവിലകത്ത് അത് സാധാരണ തുളസി പൂജയായിട്ട്, അത് തുളസിയുടെ അടുക്ക തന്നെയാണ് പോയിട്ട് പൂജ കഴിക്കുന്നത്. വിളക്കൊക്കെ വെച്ച് അവിടെ തന്നെ വെക്കുന്നത്. കാർത്തിക ദീപം എന്നാണ് അതിൻ്റെ പേര്. കാർത്തിക മാസത്തിൽ എല്ലാ ദിക്കിലും അങ്ങനെ ദീപം വെക്കുന്നത്. അതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ ദീപാവലി നാൾ ഈ ദീപ അലങ്കാരങ്ങൾ ചെയ്യുന്നത്. അത് 12 ദിവസത്തെ പ്രതിപദം മുതൽക്കാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ദ്വാദശി നാൾ അവസാനിക്കും. അത് 12 ദിവസമാണ് അതിൻ്റെ പൂജ. തുളസിപ്പൂവ് അഥവാ തുളസിയില പറിച്ചെടുത്ത് സൂക്ഷിച്ച് 1 വർഷം വരെ ആരാധനയ്ക്ക് ഉപയോഗിക്കാമെന്ന് ഭാരതീയ ശാസ്ത്രം. തുളസിയുടെ ഗുണം അത്രയും കാലം ചോരാതെ നിൽക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രസിദ്ധനായ ശ്രീ VR കൃഷ്ണയ്യർ, അദ്ദേഹത്തെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ദിനചര്യയിൽ തുളസിക്കുള്ള പങ്ക് വളരെ വലുതാണ്. എന്നും രാവിലെ തുളസിച്ചായ കുടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. തുളസിച്ചായ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഇട്ടുകൊണ്ടുള്ള ഒരു ചായ അല്ല, തുളസിയും ശർക്കരയും ഒക്കെ ചേർത്ത് തിളപ്പിച്ച ഒരു ചായ, അതിനാണ് തുളസിച്ചായ എന്ന് പറയുന്നത്. അത്തരത്തിൽ തുളസിച്ചായ കുടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പുറകിൽ തുളസിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. എല്ലാവർക്കും ഇത്തരം തുളസിച്ചായ കുടിക്കുകയും അല്ലെങ്കിൽ
തുളസി ഇല ഇട്ട വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പ്രകൃതി ചികിത്സകരുടെ അഭിപ്രായം.